Hi friends, welcome to St. Mary's Learning Academy, Iratupeta. ടീച്ചേഴ്സ് എക്സാമിന് ആവശ്യമായ സൈക്കോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പഠനത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ബഹുമുഖ ബുദ്ധി അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബുദ്ധിമാപനവും EQ ഇതിനോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ എളുപ്പമുള്ള തിയറിയാണ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ. പക്ഷേ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും കൂടെ നോക്കിയാലേ മനസ്സിലാകുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് സമ്മറി മാത്രം മതിയെങ്കിൽ സമ്മറി മാത്രം കേൾക്കുക. ഇപ്പം ബഹുമുഖ ബുദ്ധി ഹവാർഡ് ഗാർഡ്നറാണ് പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഫ്രെയിം ഓഫ് മൈൻഡ് 1983 ആ ബുക്കിലാണ് അദ്ദേഹം തൻ്റെ തിയറി പ്രസിദ്ധീകരിച്ചത്. അതിൽ 7 തിയറി ഇൻ്റലിജൻസാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ പിന്നെ 2 ഇൻ്റലിജൻസും കൂടെ കൂട്ടിച്ചേർത്തു. അവയാണ് നാച്ചുറലിസ്റ്റിക്കും എക്സിസ്റ്റൻഷ്യലും, പ്രകൃതിപരമായിട്ടുള്ളതും അസ്തിത്വം സംബന്ധിച്ചതും. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 9 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഉള്ളത്. അപ്പോൾ 1 ഭാഷാപരമായ ബുദ്ധി, വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞു. സെൻസിറ്റിവിറ്റി ടു സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജസ്, സംസാര ഭാഷയും റിട്ടൺ ഭാഷ എഴുതാനും പ്രഭാഷണം നടത്താനും. യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് അസോസിയേറ്റഡ് വിത്ത് സയൻറ്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ തിങ്കിങ്. ദൃശ്യസ്ഥല പരബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, റെക്കഗ്നൈസ് ആൻഡ് യൂസ് ദി പാറ്റേൺസ് ഓഫ് വൈഡ് സ്പേസ് ആൻഡ് മോർ കൺഫൈൻഡ് ഏരിയാസ്. ശാരീരിക ചലനപര ബുദ്ധി, ബോഡി കൈനസ്റ്റിക് ഇൻ്റലിജൻസ്, ഹോൾ ബോഡി ഓർ പാർട്സ് ഓഫ് ബോഡി ടു സോൾവ് പ്രോബ്ലംസ്, ദെൻ ലേണിംഗ് ബൈ ഡൂയിങ്. ദെൻ സംഗീതപരമായ ബുദ്ധി, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, പാട്ടുകൾ കമ്പോസ് ചെയ്യാനും പെർഫോം ചെയ്യുവാനും ഒക്കെ ഉള്ള കഴിവ് ഈ വിഭാഗത്തിലുള്ളവർക്കാണ് കൂടുതലുള്ളത്. വ്യക്തിയാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, പീപ്പിൾ ടു വർക്ക് എഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് യോജിച്ച് വർക്ക് ചെയ്യുവാനുള്ള കഴിവ്. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, അവനവനെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരുടെ ഫീലിങ്സും ഫിയേഴ്സും മോട്ടിവേഷൻസും മനസ്സിലാക്കി ജീവിക്കുവാനുമുള്ള കഴിവ്. പ്രകൃതിപരമായ ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, എൻവയോൺമെൻറ്റുമായിട്ട് കൂട്ടിച്ചേർന്ന്. അസ്തിത്വപരമായ ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത. അപ്പം ഇതിനകത്ത് ഈ അവസാനത്തെ 2 കൂട്ടിച്ചേർത്തത്. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എടുത്തു പറയുന്നത്. ഇനി വ്യക്തിപര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും, അതായത് ഇൻ്റർപേഴ്സണലും ഇൻട്രാപേഴ്സണൽ, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന ഒറ്റ ടേം കൊണ്ട് നമുക്ക് പറയാം, വ്യക്തിപര ബുദ്ധി എന്ന് പറയാം. പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് ലോജിക്കൽ, മ്യൂസിക്കൽ, നാച്ചുറലിസ്റ്റിക്, ഒന്നിച്ച് അനലറ്റിക്, ഇൻട്രാപേഴ്സണൽ, എക്സിസ്റ്റൻഷ്യൽ, വിഷ്വൽ, ഇൻട്രോസ്പെക്റ്റീവ്, വെർബൽ, ഇൻ്റർപേഴ്സണൽ, കൈനസ്റ്റിക്, ഇൻ്ററാക്റ്റീവ്. ദെൻ ഓരോ എല്ലാ ഇൻ്റലിജൻസും ഇവിടെ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏത് മേഖലകളിലാണ് അവർ കൂടുതൽ പ്രശോഭിക്കുന്നത് എന്നും കൂടെ ഓരോ. വെർബൽ ലിംഗ്വിസ്റ്റിക് ആണെങ്കിൽ പോയറ്റും റൈറ്റേഴ്സും ആകും. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ആണെങ്കിൽ ബാങ്കേഴ്സ്, അക്കൗണ്ടൻറ്റ്. വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ആണ് ഡിസൈനേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ്. മ്യൂസിക്കൽ ആണെങ്കിൽ സിംഗർ, മ്യൂസിക്കൽ കമ്പോസേഴ്സ് ഒക്കെ ആകും.
ദെൻ ബോഡി കൈനസ്റ്റിക് ആണെങ്കിൽ ആക്ടേഴ്സും അത്ലറ്റിക്സും ഒക്കെ ആകും. ദെൻ ഇൻട്രാപേഴ്സണൽ ആണെങ്കിൽ ലീഡേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്. ഇൻട്രാപേഴ്സണൽ ആണ് ഫിലോസഫർ, ക്ലർജി. നാച്ചുറലിസ്റ്റിക്, ബയോളജിസ്റ്റ്, കൺസർവേഷണലിസ്റ്റ്. എക്സിസ്റ്റൻഷ്യൽ വരുമ്പോൾ സ്പിരിച്വൽ ലീഡേഴ്സ്. മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ളത്, അത് ഇൻ്റലിജൻസ് ടെസ്റ്റിലൂടെയാണ് നമ്മൾ ഇൻ്റലിജൻസിനെ മെഷർ ചെയ്യുന്ന. ബുദ്ധിമാപനം എങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്നനുസരിച്ച് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ഇൻഡിവിജ്വലൈസ്ഡ്, ദെൻ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരാളെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ സ്റ്റാൻഫോർഡ് ബിന്നറ്റ് ടെസ്റ്റ്, ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ആദ്യമായിട്ട് ഇൻ്റലിജൻസ് പൈലറ്റ് ടെസ്റ്റ് ഉണ്ടാക്കിയത് ആൽഫ്രഡ് ബിന്നറ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. തിയോഡർ സൈമണിൻ്റെ കൂടെയാണ് 1905. പിന്നെ ടെർമാനും മെറിലും അത് റിവൈസ് ചെയ്തു. ദെൻ വിയാസ് വേറൊരു ടെസ്റ്റ്, വിഷ്വൽ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ. ദെൻ ഗ്രൂപ്പ് ടെസ്റ്റ്. എക്സാമ്പിൾസ് ജനറൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഡെവലപ്ഡ് ബൈ ജെ.എസ്. ജെലോട്ട ആൻഡ് ഓട്ടിസ്. ലെനൻ സ്കൂൾ എബിലിറ്റി ടെസ്റ്റ്. ഇവ ഗ്രൂപ്പ് ടെസ്റ്റിന് എക്സാമ്പിളാണ്. ഇനി എങ്ങനെയാണ് ഇത് മെത്തേഡ് അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി മീഡിയം അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് വെർബൽ ടെസ്റ്റും നോൺ വെർബൽ ടെസ്റ്റും. വെർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാച്യമായിട്ടുള്ളത്. ആർമി ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കാറ്റഗറി 1 ഈ സ്റ്റാൻഫോർഡിൻ്റെ ടെസ്റ്റ് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ളത് അവർക്കില്ല. ആർമി ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റ്. CIE വെർബൽ ഗ്രൂപ്പ് ടെസ്റ്റ്, നോൺ വെർബൽ ടെസ്റ്റ്. എക്സാമ്പിൾ ദ റെവീൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് ടെസ്റ്റ് ആൻഡ് ചിക്കാഗോ നോൺ വെർബൽ ടെസ്റ്റ്. ദെൻ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസിൽ അത് നോൺ വെർബൽ ടെസ്റ്റിനകത്താണ് പെർഫോമൻസ് ടെസ്റ്റ് വരുന്നത്. അതിന് എക്സാമ്പിൾ ഫസ്റ്റ് പെർഫോമൻസ് ടെസ്റ്റാണ് പ്രിൻ്റർ പാറ്റേൺസ് പെർഫോമൻസ് സ്കെയിൽ. ദെൻ അടുത്തത് കോഷ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. കൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഏജ്. അടുത്തത് ഇൻ്റലിജൻസ് കോഷ്യൻ്റ്. മാനസിക വയസ്സ് ആണ് മെൻ്റൽ ഏജ്. മെൻ്റൽ ഏജ് എന്ന ആശയത്തിന് രൂപം നൽകിയതും ബിനെയാണ്. സ്റ്റാൻഫോർഡും ബിനെയാണ്, ആൽഫർട്ട് ബിനെ. സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റിലൂടെയാണ് മെൻ്റൽ ഏജ് കണ്ടുപിടിക്കുന്നത്. ബുദ്ധിമാനം ഇൻ്റലിജൻസ് കോഷ്യൻ്റ്. അത് മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തമ്മിലുള്ള, മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള അനുപാതത്തിൻ്റെ റേഷ്യോ ആണ് ബുദ്ധിമാനം. ആദ്യമായി ഉപയോഗിച്ചത് വില്യം സ്റ്റേൺ. ബുദ്ധിമാനം എന്ന ടേം ആദ്യമായി ഉപയോഗിച്ച് വില്യം സ്റ്റേൺ ആണ്. An individual's level of intelligence is usually expressed in quantitative terms as a ratio between his mental age and chronological age. This ratio is known as intelligence quotient. And ബുദ്ധിമാനം IQ is equal to MA by CA into 100. MA mental age, CA chronological age. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റലിജൻസ്. ടിയർമാൻ സ്കെയിൽ അനുസരിച്ച് ഇൻ്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻ്റലിജൻസ് കോഷ്യൻ്റ് IQ 140 എബോവ് ജീനിയസ്, 120 139 ഇടയ്ക്കാണെങ്കിൽ വെരി സുപ്പീരിയർ, 110 119 ഇടയ്ക്കാണെങ്കിൽ സുപ്പീരിയർ, 190 109 ഇടയ്ക്കാണ് ആവറേജ്, 80 89 ആണെങ്കിൽ ഡള്ള്, 70 79 ബോർഡർ ലൈൻ, 70 താഴെയാണെങ്കിൽ ഫീബിൾ മൈൻഡഡ്. ഇത് ടിയർമാൻ്റെ ആണ്. ദെൻ മെൻ്റലി റിട്ടാർഡ്. അവരെ പിന്നെയും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 50 തൊട്ട് 69 വരെ ആണെങ്കിൽ മൊറോൺസ്, 25 തൊട്ട് 49 വരെ ആണെങ്കിൽ ഇംബിസിബിൾസ്, ബിലോ 25 ഇഡിയറ്റ്സ്. ഇത് വേറൊരു ക്ലാസിഫിക്കേഷനാണ്. ഇത് ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. 25 പകരം 30 താഴെ എന്നുള്ളൊരു വേരിയേഷൻ. ഇതിൻ്റെയൊക്കെ മലയാള വാക്കുകൾ: ഇഡിയറ്റ് ജഡബുദ്ധി, ഇമ്മിസിബിൾ ക്ഷീണബുദ്ധി, മൊറോൺ മൂഢബുദ്ധി. ഇതെല്ലാം ഫീബിൾ മൈൻഡഡ് ദുർബല ബുദ്ധി. മന്ദബുദ്ധി ഡൾ, ശരാശരി ആവറേജ്,
ശ്രേഷ്ഠ ബുദ്ധി, സുപ്പീരിയർ, പ്രതിഭാസമ്പന്നർ, ഗിഫ്റ്റഡ് ആണെന്ന് പറയാം 115 മുകളിലുള്ളവരെ. 130 ദുഷ്ണാശാലി, അവിടെ നമ്മൾ ആദ്യത്തെ കണ്ടപ്പോൾ 140 എബോവ് ആയിരുന്നു ജീനിയസ്. ചെറിയ വേരിയേഷൻസ് ഉണ്ട്, അതിൽ ഏകദേശം രണ്ടും സെയിം ആണ്. കോൺസ്റ്റൻസി ഓഫ് IQ. IQ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവനും നോർമലായിട്ടുള്ള ഫിസിക്കൽ സർക്കംസ്റ്റൻസിൽ IQ കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ EQ. വൈകാരിക വ്യവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയുവാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും പ്രചോദനമായ തിരിച്ചറിവാണിത്. ആദ്യമായിട്ട് ഈ ടേം ഉപയോഗിച്ചത് ബാറോൺ ആണ് 1988. ഇത് ഓരോ വ്യക്തിയുടെ മെൻ്റൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഗോൾമാനിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. വൈകാരിക 5 ഘടകങ്ങളാണുള്ളത്, അല്ലെങ്കിൽ ഡൊമൈൻസ് ആണുള്ളത്. ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ ഗോൾമാൻ്റേത് നേരത്തെ പഠിച്ചിരുന്നു. അപ്പോൾ നോയിങ് അവർ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക. മാനേജിങ് അവർ ഇമോഷൻസ്, വികാരങ്ങളെ നിയന്ത്രിക്കുക. മോട്ടിവേറ്റിംഗ് അവർ സെൽസ്, സ്വയം പ്രചോദിതമാവുക. മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക. റെക്കഗ്നൈസിങ് ദി ഇമോഷൻസ് ഓഫ് അതേഴ്സ്, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി. വൈകാരിക മാപനവും EQവിൻ്റെ മാപനം. നമ്മൾ വൈകാരിക ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്വഭാവബോധം, ആത്മനിയന്ത്രണം, സഹഭാവം, സഹകരണ മനോഭാവം എന്നിവയാണ് വൈകാരിക മാനത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. ഇത് മാപനം നടത്താൻ IQ പോലെ നമുക്ക് ഈസി അല്ല. എന്നാലും ശോധകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ജോൺ ഡി മേയറിൻ്റെയും പീറ്റർ സലോവയുടെയും ശോധകങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഫുള്ളൊന്ന് കാണുന്നതായിരിക്കും നല്ലത്. ഗാർഡ്നർ പറഞ്ഞത് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു സോൾവ് പ്രോബ്ലംസ് ഓർ ടു ഫാഷൻ പ്രൊഡക്ട്സ് ദാറ്റ് ആർ വാല്യൂഡ് ഇൻ വൺ ഓർ മോർ കൾച്ചറൽ സെറ്റിങ്സ്. പല സാഹചര്യത്തിൽ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയെയാണ് ഇൻ്റലിജൻസ് ആയിട്ട് ഗാർഡ്നർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഫ്രെയിം ഓഫ് മൈൻഡിലാണ് 1983 അദ്ദേഹം ഇൻ്റലിജൻസ്, ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രസിദ്ധീകരിച്ചത്. അത് കഴിഞ്ഞ് അപ്പോൾ 7 ടൈപ്പ് ഇൻ്റലിജൻസ് ആയിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിനോടുകൂടി 2 എണ്ണം ആഡ് ചെയ്തു, നാച്ചുറലിസ്റ്റിക്കും എക്സിസ്റ്റൻഷ്യലും അത് കഴിഞ്ഞ് ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 9 ടൈപ്പ് ഇൻ്റലിജൻസ് ആണ് ഉള്ളത്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് ഗാർഡ്നർ സിദ്ധാന്തിച്ചു. ബുദ്ധിയുടെ ഈ മുഖങ്ങൾ ഓരോരുത്തരിലുമുണ്ട്. അത് ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്നത് ഒരേ അളവിലായിരിക്കില്ല എന്നു മാത്രം. ബുദ്ധിയുടെ പ്രവർത്തനം വിശകലനം ചെയ്ത അദ്ദേഹം 9 തരം ബുദ്ധി സവിശേഷതകൾ കണ്ടെത്തി. അവ ഭാഷാപരമായ ബുദ്ധി, വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, യുക്തി, ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ദൃശ്യ സ്ഥലപര ബുദ്ധി, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ശാരീരിക ചലനപര ബുദ്ധി, ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ്, സംഗീതപരമായ ബുദ്ധി, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, വ്യക്ത്യാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി, നാച്ചുറൽ ഇൻ്റലിജൻസ്, അസ്തിത്വപരമായ ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. ഇവയാണ് ഗാർഡ്നർ അവതരിപ്പിക്കുന്ന ബുദ്ധിയുടെ ബഹുമുഖങ്ങൾ. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഭാഷാപരമായ ബുദ്ധി ഓർ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് സെൻസിറ്റിവിറ്റി ടു സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജസ്, അതായത് സംസാര ഭാഷയും എഴുത്തുമായിട്ട്.
പിന്നെ എബിലിറ്റി ടു ലേൺ ലാംഗ്വേജസ്, ഇങ്ങനെയുള്ളവർക്കാണ് ലാംഗ്വേജ് സ്കിൽ കൂടുതലായിരിക്കും, അവർക്ക് പെട്ടെന്ന് ഭാഷ പഠിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഭാഷ ഉപയോഗിക്കുവാനുള്ള കഴിവുമുണ്ട്. എക്സ്പ്ലെയിൻ ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്, ഒരു വ്യക്തിക്ക് തന്നെ എക്സ്പ്രസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യുവാനും ഉള്ള കഴിവ് ഉണ്ടാകുന്നു. നന്നായി എഴുതുവാൻ, ഫലപ്രദമായ പ്രഭാഷണം നടത്തുവാനും. ലോകത്തിലെ ഏത് സംസ്കാരത്തിൽ വളരുന്നവർക്കും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. അതായത് ജന്മസിദ്ധമായ ഭാഷാഘടകം എല്ലാവരിലുമുണ്ട് എന്നർത്ഥം. ഓരോ വ്യക്തിക്കും ഭാഷയിൽ നിർമ്മിതി നടത്തുന്നതിനും ഭാഷ പ്രയോഗിക്കുന്നതിനുമുള്ള കഴിവിൽ വ്യത്യാസമുണ്ടാകാമെങ്കിലും ഭാഷാപരമായ ബുദ്ധിയിൽ മുൻതൂക്കമുള്ളവർക്ക് നന്നായി എഴുതുവാനും ഫലപ്രദമായ പ്രഭാഷണം നടത്തുവാനുമുള്ള കഴിവുണ്ടാകും. അവർക്ക് അവരുടെ ഭാഷാപരമായ ബുദ്ധി ഇൻക്രീസ് ചെയ്യുവാൻ നമുക്ക് ക്ലാസ് റൂമിൽ നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സംവാദങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ, വൈവിധ്യ ഭാഷാരൂപങ്ങളിൽ രചനകൾ നടത്താനുള്ള അവസരം, പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ. ഇത് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം കൂട്ടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, കപ്പാസിറ്റി ടു റീസൺ ഡിഡക്റ്റീവ്ലി, അനലൈസ് problems logically, carry out mathematical operations and investigate issues scientifically, associated with the scientific and mathematical thinking. അതായത് കോൺസ്റ്റന്റ് അബ്സ്ട്രാക്റ്റ് മേഖലയിലേക്ക് ചിന്തിക്കുവാൻ, അമൂർത്ത വസ്തുക്കളുമായിട്ടുള്ള ചിന്തയ്ക്കുള്ള കഴിവ് ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ഒരു ലെവലാണ്. അതുപോലെ തന്നെ പ്രോബ്ലംസിനെ അനലൈസ് ചെയ്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നടത്തി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളിലൂടെയും കാര്യങ്ങൾ കണ്ടെത്തുവാനുള്ള കഴിവുള്ളവരെയാണ് ഇവർ. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന വർക്കുകൾ ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ എന്നിവയുടെ നിർമ്മാണം, പാറ്റേൺ തയ്യാറാക്കൽ, പരസ്പര ബന്ധം കണ്ടെത്തൽ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോബ്ലംസ്, ചോദ്യം ചോദിക്കൽ, പ്രശ്നപരിഹരണം, പ്രോബ്ലം സോൾവിങ്, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുക, എക്സ്പെരിമെൻ്റൽ പ്രവചനം, പ്രിഡിക്റ്റിംഗ്. ഇനി ദൃശ്യസ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനും ഭാവനയിൽ കാണുന്ന മനോചിത്രണം നടത്തുന്നതിനുമുള്ള എബിലിറ്റി ഉള്ളവരാണ് ഇവർ. അപ്പോൾ പൊട്ടൻഷ്യൽ ടു റെക്കഗ്നൈസ് ആൻഡ് യൂസ് ദി പാറ്റേൺസ് ഓഫ് വൈഡ് സ്പേസ് ആൻഡ് മോർ കൺഫൈൻഡ് ഏരിയാസ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ളവർക്കുള്ള ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് എൻജിനീയേഴ്സ് അങ്ങനെയുള്ളവരായിട്ട് മാറുന്നത്. ചിത്രങ്ങൾക്ക് നിറം കൊടുക്കൽ, കൊളാഷ് നിർമ്മാണം, പോസ്റ്ററുകൾ, നിറങ്ങളെ സംയോജിപ്പിക്കൽ, ചിത്രരചന ഇവയാണ് ഇവരുടെ കുട്ടികളിൽ ദൃശ്യസ്ഥലപര ബുദ്ധി വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് കൊടുക്കാവുന്ന വർക്കുകൾ. ശാരീരിക ചലനപര ബുദ്ധി, ബോഡി കൈനസ്റ്റിക് ഇൻ്റലിജൻസ്, ഹോൾ ബോഡി ഓർ പാർട്സ് ഓഫ് എ ബോഡി ടു സോൾവ് പ്രോബ്ലംസ്, എല്ലാ ശരീരഭാഗങ്ങളും ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്. അപ്പം ലേണിംഗ് ബൈ ഡൂയിങ് ഇവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ സ്പോർട്സിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ബോഡി മൂവ്മെൻറ്റ്സ് ആവശ്യമുള്ളവർ, നൃത്തം ചെയ്യുന്നവർ, ആക്ടേഴ്സ്, നാടക നടന്മാർ അല്ലെങ്കിൽ നടികൾ, അങ്ങനെയുള്ളവരെല്ലാം സ്പോർട്സിൽ പെർഫോം ചെയ്യുന്നവർ എല്ലാവരും ബോഡി കൈനറ്റിക് ഇൻ്റലിജൻസ് കൂടുതൽ ഉള്ളവർ ആയിരിക്കും. ഒരാളുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന സാധ്യതകളിൽ അഥവാ സാധ്യമായ ഉയർന്ന തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയുക്തമാക്കുന്നതിനുള്ള ബുദ്ധിസവിശേഷതയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി. ഇക്കൂട്ടർക്ക് കായികശേഷി, ശരീരാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാനുള്ള കഴിവ്, നൃത്തം, കൈകാലുകൾ കൊണ്ടും ശരീരം കൊണ്ടും അഭ്യാസങ്ങൾ കാണിക്കാനുള്ള പാടവം, ശരീരത്തെ ആരോഗ്യകരമായും മനോഹരമായും സൂക്ഷിക്കാനുള്ള പ്രവണത, ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സിദ്ധി എന്നിവ കൂടുതൽ ആയിരിക്കും. അവർക്ക് കൂടുതൽ കൊടുക്കാവുന്ന കുട്ടികളിൽ നമുക്ക് ബോഡി കൈനസ്റ്റിക് ഇൻ്റലിജൻസ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, എക്സ്പെരിമെൻ്റൽ ലേണിംഗ് പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം, പരീക്ഷണങ്ങൾ, എക്സ്പെരിമെൻ്റ്, കരകൗശല പ്രവർത്തനങ്ങൾ, വസ്തുക്കൾ ഉണ്ടാക്കുവാൻ അവരോട് പറയുക. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അനുകരണം, മോഡലിംഗ്, അഭിനയം,
നാടകീകരണം, ഡ്രാമറ്റൈസേഷൻ, കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നമുക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബോഡി കൈനസ്റ്റിക് ഇൻ്റലിജൻസ് കൂടി വരും. ഇനി സംഗീതപരമായ ബുദ്ധി, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ പാറ്റേൺസ്, കോമ്പോസിഷനും അല്ലെങ്കിൽ അവയിൽ പെർഫോം ചെയ്യുവാൻ ആ കുട്ടികൾക്ക് ആസ്വാദനം, അതുപോലെ പാടാൻ എല്ലാവർക്കും നല്ല കഴിവുണ്ട്. അവർക്ക് നല്ല ലിസണിങ് എബിലിറ്റി ആയിരിക്കും. അവരൊരു ചെറിയൊരു വോളിയത്തിൽ അല്ലെങ്കിൽ പിച്ചിൽ എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ വന്നാൽ പോലും അവർക്കത് തിരിച്ചറിയുവാൻ കഴിയും. അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ, ഭാഷയുടെ താളം മനസ്സിലാക്കുവാനും എല്ലാം അവർക്ക് നല്ല കഴിവ് ഉള്ളവരാണ്. സംഗീതാലാപനത്തിനും ആസ്വാദനത്തിനുമുള്ള ബുദ്ധിവിശേഷം ഏറെയും കുറഞ്ഞും എല്ലാവരിലുമുണ്ട്. തൻ്റെ 3-ാമത്തെ വയസ്സിൽ തന്നെ കഴിവ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയ പ്രസിദ്ധ വയലിനിസ്റ്റ് യഹൂദി മെനുഹിനിൽ സംഗീതശേഷി സ്വാഭാവികമായി ഉണ്ടാവുകയാണ് ചെയ്തത്. അതായത് വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായ കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനുമുള്ള ബുദ്ധിയാണിത്. ചിലപ്പോൾ കാറ്റഗറി 1കാർക്ക് ഈ ഒരു യഹൂദ ഇതാരാണ് എന്ന് ചോദിക്കാനുണ്ട്. അവരുടെ DEDന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗമാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കാവുന്ന പ്രവർത്തനം കവിതകളുടെ താളം കണ്ടെത്തൽ, ഈണവും താളവും നൽകൽ, താളാത്മകമായ ചലനം, സംഗീതോപകരണങ്ങളുടെ ഉപയോഗം, ശ്രാവ്യ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തൽ, കലാസ്വാദന പ്രവർത്തനങ്ങൾ. വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദി ഇൻറ്റൻഷൻസ്, മോട്ടിവേഷൻസ് ആൻഡ് ഡിസയേഴ്സ് ഓഫ് അതർ പീപ്പിൾ. ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുമായി ഒന്നിച്ചു ചേർന്ന് വർക്ക് ചെയ്യുവാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അവരുടെ പ്രതികാരങ്ങൾ മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കിയിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കൊടുക്കാവുന്ന വർക്കുകൾ സഹവർത്തിക പ്രവർത്തനങ്ങൾ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നോക്കിക്കാണൽ, പരസ്പര വിലയിരുത്തലുകൾ. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. അതായത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ തന്നെ ഫീലിങ്സും ഫിയർ, മോട്ടിവേഷൻസ് ഇവയെല്ലാം അവയുടെ ഫീലിങ്സ്, അനുഭവങ്ങൾ അല്ലെങ്കിൽ പേടി, മോട്ടിവേഷൻസ്, ഉള്ളിൽ നിന്നുള്ള പ്രചോദനം ഇവയെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള കഴിവാണ്. അതിൻ്റെ ഹയസ്റ്റ് ലെവലാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ് ഓൺ വൺസ് ഓൺ തിങ്കിങ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ആ ഒരു വ്യക്തിയുടെ ചിന്തയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതിനാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും സ്വത്ത് സാക്ഷാത്കരണത്തിലെത്താനുമുള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധിയിലൂടെ സംജാതമാകുന്നത്. തൻ്റെ മാനസിക പ്രശ്നങ്ങൾ, ആത്മസംഘർഷങ്ങൾ ഇവ പരിഹരിക്കാനും സ്വയം വിലയിരുത്തി മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും സഹായിക്കുന്നത് ഈ ഭൗതിക ഘടകമാണ്. ജേർണലുകൾ നിർമ്മിക്കൽ, വായനാക്കുറിപ്പ് തയ്യാറാക്കൽ, സർഗാത്മക പ്രവർത്തനങ്ങൾ, സംവാദങ്ങളിൽ ഏർപ്പെടൽ, ചർച്ചകൾ ഇവയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻക്രീസ് ചെയ്യുവാൻ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന വർക്കുകൾ. പ്രകൃതിപരമായ ബുദ്ധി, ഇത് നമ്മൾ അഡീഷണലായിട്ട് നമ്മളെല്ലാം ഗാർഡനർ ചേർത്ത ബുദ്ധിയാണ്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സിനെ തിരിച്ചറിയുവാനും കാറ്റഗറൈസ് ചെയ്യുവാനും തരംതിരിക്കുവാനും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുവാനുമുള്ള കഴിവ് ഉള്ളവരാണ് ഇവർ. ദേ ഹാവ് നാച്ചുറൽ ഓറിയൻറ്റേഷൻ, മീൻസ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ലിവിങ് ഓർഗാനിസം ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്. നാച്ചുറൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിനുള്ള വസ്തുക്കളുടെ തിരിച്ചറിയുവാനും അവയുടെ പരിസ്ഥിതി ചുറ്റുപാടുകൾ തിരിച്ചറിയുവാനുമുള്ള കഴിവ്. സുപ്പീരിയർ ദ ആട്രിബ്യൂട്ട് ഓറിയൻറ്റേഷൻ, ഫൈൻഡിങ് കോമൺ ട്രേറ്റ്സ് എമംഗ് ഐറ്റംസ്, ഒരേ പ്രത്യേകതകളുള്ള വസ്തുക്കളെ തിരിച്ചറിയുവാനുള്ള കഴിവ്. ദെൻ ഹയർ എബിലിറ്റി ഓഫ് കാറ്റഗറൈസേഷൻ, ഒരേ തരത്തിലുള്ള വസ്തുക്കളെ
ഈ ആട്രിബ്യൂട്ട് തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ, അതുകൊണ്ട് അവയെ കാറ്റഗറി ഓരോ വിഭാഗത്തിലേക്ക് മാറ്റുവാനുള്ള കഴിവ്. ഹയർ ഹൈറാർക്കിക്കൽ റീസണിങ്, റാങ്കിങ് ഐറ്റംസ് ബൈ സിഗ്നിഫിക്കൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. അതായത് ഈ ക്ലാസ്, ഫൈലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ ക്ലാസിഫൈ ചെയ്യുമല്ലോ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനുള്ള കഴിവ് അവർക്ക് കൂടുതലായിരിക്കും. ഹയർ സ്കീമാറ്റിക് മെമ്മറി, ദാറ്റ് മീൻസ് ഇൻറ്റേർണലൈസിങ് ആൻഡ് റീകോളിംഗ് ഇൻഫർമേഷൻ ബൈ ആട്രിബ്യൂട്ട്, കാറ്റഗറി ഓർ ഹൈറാർക്കി. ഇവർക്ക് ഈ ഓരോ വസ്തുവിനെയും, ഇപ്പം മാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ക്ലാസ്സിലാണ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് കറക്റ്റായിട്ട് പറയുവാൻ അവർക്ക് കഴിയും. അവയുടെ സയൻറ്റിഫിക് നെയിംസ് ഒക്കെ പറയുവാൻ കഴിവുള്ളവരാണ് ഇവർ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാനും ചുറ്റുപാടുകളെ അറിയുവാനും പ്രകൃതിയുടെ സവിശേഷതകളെ ആദരിക്കുവാനും ആസ്വദിക്കുവാനും വൈവിധ്യങ്ങളെ മനസ്സിലാക്കുവാനും അവ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാനും അതിനായി പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നവരാണ്. പ്രകൃതിപരമായ ബുദ്ധിയുടെ സ്വാധീനം കൊണ്ടാണ് താനും പ്രകൃതിയുടെ ഭാഗമാണെന്ന് ഇതുവഴി തിരിച്ചറിയുന്നു. പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നതും ഈ ബുദ്ധിയുടെ സഹായത്താലാണ്. പ്രകൃതി നിരീക്ഷണം, കുട്ടികൾക്ക് ഇത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാവുന്ന വർക്ക് പ്രകൃതി നിരീക്ഷണം, സസ്യജന്തുജാലങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിയാൻ, പ്രകൃതി വസ്തുക്കളെ തരംതിരിക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ, പക്ഷിമൃഗാദികളുമായി സംവദിക്കൽ, കൃഷി വിദഗ്ധനുമായി അഭിമുഖം. അസ്തിത്വപരമായ ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, ഇതും ആഡ് ചെയ്ത ബുദ്ധി ഇൻ്റലിജൻസ് ആണ്. is the ability to be sensitive to or have the capacity for conceptualizing or tackling deeper or larger questions about human existence. വളരെ നമ്മൾ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്നവരാണ്, ഫിലോസഫേഴ്സൊക്കെയാണ് ഇവർ. കൂടുതൽ കാര്യങ്ങൾ എക്സിസ്റ്റൻസിൻ്റെ, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. ആ ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്ന മീനിങ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, വൈ ആർ വി ബോൺ, എന്തുകൊണ്ട് നമ്മൾ ജനിച്ചു, വൈ ഡു വി ഡൈ, എന്തുകൊണ്ട് മരിക്കുന്നു, വാട്ട് ഈസ് കോൺഷ്യസ്നസ്, എന്താണ് ആത്മാവ്, അല്ലെങ്കിൽ പിന്നെ ഹൗ ഡിഡ് വി ഗെറ്റ് ഹിയർ, എന്തുകൊണ്ടാണ് നമ്മളിവിടെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ മെറ്റാഫിസിക്കലായിട്ടുള്ളത്, നമുക്ക് കാണാൻ പറ്റുന്നതിന് പുറത്തുള്ളത്, ഓണ്ടോളോജിക്കൽ ആൻഡ് എപ്പിസ്റ്റമോളജിക്കൽ മിസ്റ്ററീസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഒക്കെ ഒത്തിരി തത്വശാസ്ത്രപരമായ തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ തന്നെ നിലനിൽപ്പ്, അസ്തിത്വം എന്നിവ പരിശോധിക്കാനുള്ള കഴിവായി പരിഗണിക്കുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം, ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, അങ്ങനെ പല പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മഹത് വചനങ്ങൾ ശേഖരിക്കാൻ കുട്ടികളോട് പറയാം. അതുപോലെ ദിനാചരണങ്ങൾ, മഹത് വ്യക്തികളുടെ ദിനാചരണങ്ങൾ, അനുസ്മരണങ്ങൾ നടത്താം. എല്ലാ പ്രസ്ഥാനങ്ങളെയും നന്മകൾ കണ്ടെത്താൻ കുട്ടികളോട് പറയാം. പിന്നെ അസംബ്ലി, ക്ലബ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്താം. ഇനി നമ്മൾ പറഞ്ഞു വ്യക്തിപര ബുദ്ധി എന്ന് നമുക്ക് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസിനെയും ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിനെയും കൂടെ ഒന്നിച്ച് ചേർത്ത് വ്യക്തിപര ബുദ്ധി, പേഴ്സണൽ ഇൻ്റലിജൻസ് എന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അനദർ ക്ലാസിഫിക്കേഷൻ, അനലറ്റിക്, ലോജിക്കൽ, അനാലിസിസ് ചെയ്യുവാനുള്ള കഴിവ്. ഇപ്പോൾ ലോജിക്കൽ, മ്യൂസിക്കൽ, നാച്ചുറലിസ്റ്റിക് ഇവയെല്ലാം മൂന്നും അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻട്രോസ്പെക്റ്റീവ്, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് തന്നെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഏതൊക്കെ ഇൻട്രാപേഴ്സണൽ, എക്സിസ്റ്റൻഷ്യൽ, വിഷ്വൽ ഉള്ളിലോട്ട് വരുന്നത്, ഇൻട്രാസ്പെക്റ്റീവായത്. ഇനി ഇൻട്രാക്റ്റീവ്, തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. സോ വിഷ്വൽ, വെർബൽ, ഇൻ്റർപേഴ്സണൽ തമ്മിലുള്ളത് കൈനസ്റ്റിക്. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഉള്ളവർ എക്സൽസ് ഇൻ വേർഡ്സ്, ലാംഗ്വേജ് ഓർ പോയട്രി, പോയിറ്റ്സ് ഓർ റൈറ്റേഴ്സ്. ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, എക്സൽസ് ഇൻ മാത്തമാറ്റിക്സ്, ലോജിക്കൽ തിങ്കിങ്, ബാങ്കേഴ്സ്, അക്കൗണ്ടൻസ്. വിഷ്വൽ ഓർ സ്പേഷ്യൽ,
excels in shape, designs, graphics and visualization. ഷേപ്പുകളെ കുറിച്ചും ഡിസൈൻസ് പാറ്റേൺസുകളെ കുറിച്ചും ഗ്രാഫൊക്കെ വരയ്ക്കാനും വിഷ്വലൈസേഷൻ ചെയ്യാനും ഒക്കെയുള്ള അവർക്ക് കഴിവ് കൂടുതലുണ്ടായിരിക്കും. അവരാണ് ഡിസൈനേഴ്സും എൻജിനീയേഴ്സും ആയിട്ട് മാറുന്നത്. മ്യൂസിക്കൽ അത് എളുപ്പമുണ്ട്, നമ്മൾ ഓർത്തിരിക്കും. സിംഗേഴ്സ്, മ്യൂസിക്കൽ കമ്പോസേഴ്സ്. പിന്നെ ബോഡി കൈനസ്റ്റിക് ആകുമ്പോൾ സ്പോർട്സിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ബോഡി മൂവ്മെൻറ്റ്സ്. അപ്പോൾ ആക്ടേഴ്സ്, അത്ലറ്റിക്സ്. ഈ ഒരു കോളം പഠിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. പിന്നെ ഡീപ്പായിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ ഇടയ്ക്കൊക്കെ. ഇൻ്റർപേഴ്സണൽ എബിലിറ്റി ടു ഓർഗനൈസ് പീപ്പിൾ, ലീഡേഴ്സ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഗാർഡ്നർ ആണെന്നുള്ളതും അവസാനം ചേർത്തതാണ് നാച്ചുറലിസ്റ്റിക്, എക്സിസ്റ്റൻഷ്യൽ. പിന്നെ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തിരുന്നാൽ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം എഴുതാൻ പറ്റാറുണ്ട്. നിങ്ങൾ ആദ്യമേ ഇങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യമേ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ നോക്കുക. നാച്ചുറലിസ്റ്റിക് പ്ലാന്റ്സിനെ, ആനിമൽസിനെയും നേച്ചറിനെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ അവർ ബയോളജിസ്റ്റും കൺസർവേഷണലിസ്റ്റും ആയിട്ട് മാറും. എക്സിസ്റ്റൻഷ്യൽ സ്പിരിച്വൽ ലീഡേഴ്സ് ആയിട്ട് പോകും. ഇനി ഇൻ്റലിജൻസ് ടെസ്റ്റ് നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞു പോയിരുന്നത്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അതാകെ ഇത്തിരി കൂടുതലുള്ളത് ആൽബർട്ട് ബിനെയാണ് ബുദ്ധി പരീക്ഷയുടെ പിതാവെന്നറിയപ്പെടുന്നത്. ബുദ്ധിശോധകം തയ്യാറാക്കി. പിന്നെ ബിനെ സൈമൺ സ്കെയിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ഇതെല്ലാം എക്സാമ്പിളാണ്. നിങ്ങൾ കേട്ടിട്ട് കാറ്റഗറി 1കാർ ഇതിന് താഴോട്ടുള്ള ബാക്കിയുള്ള ടെസ്റ്റുകൾ പഠിക്കേണ്ട. അവർക്ക് 1കാർക്ക് ആൽബർട്ട് ബിനെയുടെ ടെസ്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ജനറൽ മെൻ്റൽ എബിലിറ്റി? നമ്മൾ ക്ലാസിഫിക്കേഷൻ 2 ആയിട്ടുണ്ട്. ഒന്നാമത്തേത് ബേസ്ഡ് ഓൺ മെത്തേഡ്സ് ഓഫ് ടെസ്റ്റിംഗ് അനുസരിച്ച് ഇൻഡിവിജ്വലൈസ്ഡ് ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും. ഇൻഡിവിജ്വലൈസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടെസ്റ്റിന് എക്സാമ്പിളാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്, മിക്സർ അഡൽട്ട് ടെസ്റ്റ്, വിയാസ്. ദെൻ ഗ്രൂപ്പ് ടെസ്റ്റിന് എക്സാമ്പിളാണ് ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ജനറൽ മെൻ്റൽ എബിലിറ്റി ഡെവലപ്ഡ് ബൈ JS ജാലോട്ട, ഓട്ടിസ് ലെമൺ സ്കൂൾ എബിലിറ്റി ടെസ്റ്റ്. ദെൻ മീഡിയം ഓഫ് ടെസ്റ്റിംഗ് അനുസരിച്ച് വെർബൽ ടെസ്റ്റും നോൺ വെർബൽ ടെസ്റ്റും ഉണ്ട്. ആർമി ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റ്, CIE ഉദയശങ്കർ. നോൺ വെർബൽ ടെസ്റ്റ് ഇവിടെ നമ്മൾ ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയോ കൊടുക്കും. അനാലജീസ്, ഫിഗർ ക്ലാസിഫിക്കേഷൻ, സ്പെഷ്യൽ വിഷ്വലൈസേഷൻ ഇവയാണ് നമ്മൾ നോൺ വെർബൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ റെവീൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് ടെസ്റ്റ് ആൻഡ് ചിക്കാഗോ നോൺ വെർബൽ ടെസ്റ്റ്. പെർഫോമൻസ് ടെസ്റ്റിൽ കുട്ടികൾ പെർഫോം ചെയ്യണം. അപ്പം ഒന്ന് സ്റ്റാൻഡർഡൈസ്ഡ് ടാസ്ക് കൊടുക്കും, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് സം കോൺക്രീറ്റ് മെറ്റീരിയൽസ് വിത്തൗട്ട് ദി യൂസ് ഓഫ് ലാംഗ്വേജ്. ഭാഷയില്ലാതെ ചില കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ പിൻഡർ പാറ്റേൺസ് പെർഫോമൻസ് സ്കെയില്. ഫസ്റ്റ് പെർഫോമൻസ് ടെസ്റ്റാണിത്. കോക്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. ഇനി ഐറ്റംസ് പെർഫോമൻസ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ്: 1 ഡിജിറ്റൽ സിമ്പിൾസ്, 2 പിക്ചർ കംപ്ലീഷൻ, പിക്ചർ അറേഞ്ച്മെൻറ്റ്, ബ്ലോക്ക് ഡിസൈൻ, ഒബ്ജക്റ്റ് അസംബ്ലി. ഇവയാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ്. ഇനി കൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഏജ് ആൻഡ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ്. മെൻ്റൽ ഏജിലെ മാനസിക വയസ്സ് എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന് ആൽബർട്ട് ബിനെയാണ്. വ്യക്തികളുടെ മാനസിക വികാസം അളക്കുന്നത് മാനസിക വയസ്സിൻ്റെ രൂപത്തിലാണ്. മെൻ്റൽ ഏജ് refers to the level of native mental ability of an individual in relation to the chronological age of the average individual at this level. നൂറ് ചോദ്യങ്ങൾ അടങ്ങുന്നതിനൊരു എക്സാമ്പിള്, 100 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു പരീക്ഷ നടത്തുന്നുവെന്നും ഭൂരിപക്ഷം പരീക്ഷാർത്ഥികളുടെയും വയസ്സ് 13.5 സങ്കല്പിക്കുക. ഈ പരീക്ഷയുടെ ചോദ്യങ്ങളിൽ 48 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകണമെന്നാണ് വ്യവസ്ഥ. 48 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകുന്ന അഥവാ 48 സ്കോർ നേടുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ കാലിക വയസ്സ് ക്രോണോളജിക്കൽ ഏജ് ഒരു വ്യക്തിക്ക് കാലാന്തരങ്ങളിലൂടെ ലഭിക്കുന്ന വയസ്സ് പരിഗണിക്കാതെ മാനസിക വയസ്സ് 13 വർഷവും 6 മാസവുമാണെന്ന് കണക്കാക്കുന്നു.
അതായത് എല്ലാ വ്യക്തികളുടെയും മാനസിക വയസ്സ് അവരുടെ കാലിക വയസ്സിന് തുല്യമായിരിക്കില്ല. ചില വ്യക്തികളുടെ മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടുതലും മറ്റു ചിലരുടേത് കുറവുമായിരിക്കും. നമ്മൾ മാനസിക വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെൻ്റൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. MA is a device for comparing the scores made by an individual on the given test with the scores made by many other individuals in the same test. അതായത് മാനസിക വയസ്സെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്, മെൻ്റൽ ഏജ് കണ്ടുപിടിക്കുന്നത് ഒരു സെയിം ടെസ്റ്റ് വെച്ച് പലർക്ക് നമ്മൾ ടെസ്റ്റ് നടത്തും. അപ്പോൾ അവരുടെ സ്കോറുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മെൻ്റൽ ഏജ് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ്, നോർമലൈസേഷൻ പ്രിൻസിപ്പിൾ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഒരു സമൂഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പിൾ ഉണ്ടെങ്കിൽ, നമ്മൾ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്, ആ സാമ്പിളിൽ എപ്പോഴും കൂടുതൽ പേരും അതിൻ്റെ നോർമൽ എൻഡിൽ ആയിരിക്കും എന്നുള്ളതാണ്. പരാബോളയൊക്കെ അറിയാവുന്നവർക്ക് ആ പരാബോളയുടെ ഷേപ്പാണ്, ഫിഗർ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോൾ ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, അപ്പം ആവറേജ് ആൾക്കാർ നടുക്കും, ബിലോ ആവറേജ് വൺ സൈഡിലും എബോ ആവറേജ് വൺ സൈഡിലുമായിട്ട് വരും. അപ്പോൾ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് അതിൻ്റെ ഒരു ഷേപ്പിൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ബുദ്ധിമാനം ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഡെവലപ്പ് ചെയ്തത് വില്യം സ്റ്റേൺ ആണ്. ആ ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. മാനസിക വയസ്സും കാലിക വയസ്സും ക്രോണോളജിക്കൽ ഏജ് ആൻഡ് മെൻ്റൽ ഏജ് തമ്മിലുള്ള റേഷ്യോ ശതമാന രൂപത്തിൽ പറയുന്നതാണ്. ആൻ ഇൻഡിവിജ്വൽസ് ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആസ് എ റേഷ്യോ ബിറ്റ്വീൻ ഹിസ് മെൻ്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്. ദിസ് റേഷ്യോ ഈസ് നോൺ ആസ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ്. ബുദ്ധിമാനം IQ is equal to MA/CA. MCA എന്ന് ഓർത്താൽ മതി, എം മുകളിൽ MCA, IQ MCA എന്ന് ഓർത്താൽ മതി. നിങ്ങൾ ഓർത്തിരിക്കാൻ, MA മുകളിലും ക്രോണോളജിക്കൽ ഏജ് താഴെയുമാണ്, മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്. അപ്പോൾ MCA എന്ന് ഓർത്താൽ മതി, ഓർത്തിരിക്കാൻ. MCA IQ is a device to express the exact ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രോണോളജിക്കൽ ഏജ് ആൻഡ് മെൻ്റൽ ഏജ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായിരുന്നാൽ അവൻ്റെ ബുദ്ധിശതമാനം 100 ആയിരിക്കും. 100ൽ കുറഞ്ഞ ബുദ്ധിമാനം ബുദ്ധിക്കുറവിനെയും 100ൽ കൂടിയ ബുദ്ധിമാനം ബുദ്ധി കൂടുതലിനെയും കാണിക്കുന്നു. ടിയർമാൻസ് സ്കെയില് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ജീനിയസ്, സുപ്പീരിയർ, ആ ഒരു ഏജും കാറ്റഗറിയും പഠിക്കുക. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഈ ടേബിൾ കാണാതെ പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് ടിയർമാൻ്റെ സ്കെയിലിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 140 പിന്നെ 20 വെച്ചാണ് കുറഞ്ഞു വരുന്നത്. പിന്നെ പേരുകൾ ഓർത്തിരുന്നാൽ മതി. ഇവിടെ വരുമ്പോഴാണ് ആ ബോർഡ് ലൈനിന് ഒരു വ്യത്യാസം വരുന്നത്, 10ൻ്റെ വ്യത്യാസം വരുന്നത്. ബാക്കി 20-20ൻ്റെ വ്യത്യാസമാണ് വരുന്നത്. DEDൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്ലാസിഫിക്കേഷനാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, 5ൻ്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ, 5ഉം 10ൻ്റെയും. കോൺസ്റ്റൻസി ഓഫ് IQ. അണ്ടർ നോർമൽ സർക്കംസ്റ്റൻസ് ആൻ ഇൻഡിവിജ്വൽസ് IQ ഈസ് സപ്പോസ്ഡ് ടു റിമൈൻ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് മുഴുവനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു അത് ഒരേ ഏജ് ഉള്ളവരെ ഒന്നിച്ചാണല്ലോ ഈ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അവരുടെ കൂടെയുള്ളവരുടെ പ്രായം ഇൻക്രീസ് ചെയ്യുന്നതിനാൽ IQ കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ലൈഫ്. ഇമോഷണൽ ഇൻ്റലിജൻസ്. ബാറോൺ ആണ് 1988 ആ ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഗോൾമാനാണ് അത് പോപ്പുലൈസ് ചെയ്ത്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞായിരുന്നു.
ഇവിടെ വൈകാരിക ബുദ്ധിയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ കോൺഷ്യൻ്റ് ആണ് EQ. ഇമോഷണൽ ഇൻ്റലിജൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇമോഷണൽ കോഷ്യൻ്റ് EQ. പിന്നെ ഇമോഷണൽ കോഷ്യൻസ് ഡോസിയറിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് EQ ഈസ് ദി എബിലിറ്റി ടു പെർസീവ് ആൻഡ് എക്സ്പ്രസ് ഇമോഷൻ, അസിമുലേറ്റ് ഇമോഷൻ ഇൻ തോട്ട്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് reason with emotion and irregular emotion in the self and others. That is, emotional intelligence is a person's ability to understand their own emotions. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ചിന്തകളെയും വികാരങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുവാനുള്ള കഴിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഗോൾമാൻ്റെ തിയറി അനുസരിച്ച് 5 തരത്തിലുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഉള്ളത്. 1. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, നോയിങ് അവർ ഇമോഷൻസ്. വികാരങ്ങളെ നിയന്ത്രിക്കുക, മാനേജിങ് അവർ ഇമോഷൻസ്. സ്വയം പ്രചോദിതമാവുക, മോട്ടിവേറ്റിംഗ് അവർ സെൽഫ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക, റിക്കഗ്നൈസിങ് ദി ഇമോഷൻസ് ഓഫ് അതേഴ്സ്. ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഡീലിംഗ് റിലേഷൻസ് ഇഫക്റ്റീവ്ലി. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ: ചിന്തിച്ച് തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കുവാനുമുള്ള ശേഷി, ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസ്യതയും പിടിച്ചുപറ്റാനുള്ള കഴിവ്, നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി, ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനുള്ള കഴിവ്, ആശയ സംഘർഷങ്ങളെ ആരോഗ്യകരമായും ക്രിയാത്മകവുമായ രീതിയിൽ പരിഹരിക്കുന്നതിനുള്ള ശേഷി. വൈകാരിക മാപനവും IQ ഇൻ്റലിജൻസ് കോഷ്യൻ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ EQ ഇമോഷണൽ കോഷ്യൻ്റ് ആണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് ഡാനിയൽ ഗോൾമാൻ അഭിപ്രായപ്പെടുന്നു. വൈകാരിക ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ: സ്വബോധം, ആത്മനിയന്ത്രണം, സഹഭാവം, സഹകരണ മനോഭാവം. ശോധകങ്ങൾ: നമുക്ക് IQ മെഷർ ചെയ്യുന്ന പോലെ EQ മെഷർ ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ചില ശോധകങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ജോൺ ഡി മേയറിൻ്റെയും പീറ്റർ സലോവയുടെയും ശോധകങ്ങൾ. ക്വസ്റ്റ്യൻസ്: ആൽബർട്ട് ബിന്നറ്റ് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റിംഗ് മെയിൻലി ബിക്കോസ് ഓഫ് ഹിസ് കോൺട്രിബ്യൂഷൻ ഇൻ the evaluation of one's ability to learn and the intelligence quotient, the creation of intelligence quotient, assessment of one's ability to learn and the creation of mental age, the understanding of hereditary factors in terms of intelligence. Answer: option C, assessment of one's ability to learn and the creation of mental age. Which of the following intelligence did Gardner later added to his model? Existential intelligence, verbal linguistic intelligence, logical mathematical intelligence, spatial visual intelligence. Answer A, existential intelligence. ഈ വീഡിയോ നിങ്ങൾ ആദ്യമേ തൊട്ടേ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും ഒക്കെ മനസ്സിലാക്കുക, തിയറികളുടെ പേരുകൾ പഠിക്കുക. നന്നായിട്ട് പഠിക്കാനുള്ളൊരു വീഡിയോയാണ്. ഇപ്പോൾ ക്ലാസ് സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.